ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സാഗറും അതുപോലെ ദേവിജിയും ആ ഡിസൈൻ കണ്ട് അമ്പരന്ന് പോയിരിക്കുക കേട്ടോ. കൺമണിയെ വെല്ലാൻ കൺമണി മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഡിസൈൻ എന്തായാലും സാഗർ അപ്രൂവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ അത് അയക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ആ ഒരു കമ്പനിയിൽ നിന്ന് വലിയൊരു ഓഫറാണ് കേട്ടോ സാഗറിൻ്റെ അലികയിൽ തേടി വന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സാഗർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ വെച്ചിട്ട് തന്നെ ചേച്ചിയമ്മേ സുജു ഒന്ന് ഓടി വായോ എന്ന് പറയുന്നുണ്ട്. എന്താ പറ്റിയ അനിയൻകുട്ടാന്ന് പറഞ്ഞിട്ട് ചേച്ചിയമ്മ ഓടി വരണോ. അപ്പോഴത്തേനും സുജുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് വലിയൊരു പ്രോജക്റ്റ് വന്നിരിക്കുകയാണ്. ആ ഡിസൈൻ കാരണം നമ്മുടെ കമ്പനി ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നു എന്ന് പറയുന്നു. ഇതിനെല്ലാം കാരണം നമ്മുടെ കൺമണി തന്നെയാണ്. അവൾ മിടുക്കിയാണ്, മിടുമിടുക്കിയാണെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന മാനസിക അത്ര സുഖമൊന്നുമില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൃഷിനെയും അതുപോലെ തന്നെ നമ്മുടെ കൺമണിയാണ്. കൺമണി കൃഷിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന സമയത്തിന് കൃഷി അങ്ങനെ മൂഡ് ഔട്ടായിട്ട് നിൽക്കുന്ന സമയം കേട്ടോ. അച്ഛൻ എന്തോ ഒരു അപകടം വരാനായിട്ട് പോകുന്നു എന്നുള്ള തിരിച്ചറിവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴത്തേനും എന്താ കൺമണി, എനിക്കറിയില്ല, എന്തൊക്കെയോ സംഭവിക്കാനായിട്ട് പോകുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. സാറിന് പേടിയുണ്ടോ? സാഗർ സാറും സുജാത മേഡവും നമ്മുടെ കല്യാണത്തിന് സമ്മതം മൂടില്ല എന്നുള്ളത് അത് അതെനിക്കറിയില്ല. എന്തോ മനസ്സിൽ നല്ലാത്ത വിഷമം എന്ന് പറയാം. അങ്ങനെ തന്നെ അവരിനി നമ്മുടെ കല്യാണം സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണോ സാറിന് ടെൻഷൻ? അങ്ങനെ അവർ സമ്മതിച്ചില്ലെങ്കിൽ സാർ എന്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എനിക്കങ്ങനെ തോന്നുന്നില്ല. അവരെന്തായാലും സമ്മതിക്കും. ഇനി അച്ഛനും അമ്മയും എതിർത്താലും നിന്നെ ഞാൻ കൈവിടില്ല കൺമണി. നീ എൻ്റെ സ്വന്തമാണെന്ന് പറയുന്നു കേട്ടോ. ആര് വന്നാലും എതിർത്താലും ഞാൻ നിന്നെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു കേട്ടോ. പിന്നീട് ആ ഒരു നാട്ടിലെ ഒരു ആചാരമാണ് ഫാക്ടറി തുറന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ടുപേരെയും രാജാവും രാജ്ഞിയെ പോലെ വാഴിക്കുക എന്നുള്ളത്. അങ്ങനെ അവരുടെ ആചാരങ്ങളൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ കൃഷ്ണയും കൺമണിയും മാലയൊക്കെ അണിയിച്ച് കിരീടമൊക്കെ ചാർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ശിവൻ്റെയും പാർവതിയുടെ ഒരു മനുഷ്യാവതാരമായിട്ടാണോ നിങ്ങളെ കാണുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കും, അവർക്കുള്ളതാണെന്ന രീതിയിൽ അവർ പറയുന്നു കേട്ടോ. എന്തായാലും ആ നാട്ടിലെ രാജാവും രാജ്ഞിയുമാണ് കൃഷ്ണും കൺമണിയും. ഇത് കേട്ടിരിക്കുന്ന കൺമണിക്കും കൃഷ്ണനും ഒരുപാട് സന്തോഷമാണ്. ജീവിതകാലം മുഴുവനും സന്തോഷത്തോടുകൂടിയുള്ള ജീവിതം ജീവിക്കാൻ സാധിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ അവർ പറയുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ കഴിയുന്നത്. നാളെ ഇതിൽ നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.